ഇത് AC സുരേഷിന്റെ വീടല്ലേ? ഏസിയാ? ആ. അപ്പൊ പോയി എന്ത് മക്കളെ? അവിടെ ഒരാള്. ആരാ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മുഹമ്മദാടാ. സർക്കാർ സ്കൂളിലെ 7ാം ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ചാണ് പഠിച്ചത്. അത് തന്നെ, KP മുഹമ്മദ്. വാ അങ്ങോട്ടിരിക്കാം. മോളെ ഒരു കസേര എടുത്തേ. കസേര ഒന്നും വേണ്ടടാ, ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. മുണ്ട് ചീത്തയാവും. അത് സാരമില്ല. മോളെ ഇതെന്റെ പഴയ കൂട്ടുകാരനാ മുഹമ്മദ്. എന്താ പേര്? സുശീല. ആ, മോളെന്നാ ചായ എടുക്ക്. നിന്റെ മോളാണാ? മരുമോളാ, മോന്റെ ഭാര്യ. മോൻ എന്ത് ചെയ്യണ്? അവൻ പെയിന്റ് പണിക്ക് പോകും. നീ ഇപ്പൊ വരക്കലൊന്നുമില്ലേ? ഫ്ലെക്സ് വന്ന ശേഷം വരയൊക്കെ കുറവാ. ആ, എന്നാലും അത്ഭുതം തന്നെ. നീ എന്റെ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? എടാ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അണിയൽ അമ്പലത്തിലെ ഉത്സവത്തിന് വന്നപ്പോ നീയല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? നിനക്ക് പണ്ടേ ഒടുക്കത്തെ ഓർമ്മയാ. ഇപ്പൊ എന്തിനാ എന്നെ തപ്പി പിടിച്ചു വന്നത്? നിന്നോട് കാര്യം പറയാനാ. ആ, ഞാൻ ഹജ്ജിന് പോവാൻ പോവാണ്. എന്ന്? നാളെ. ആഹാ. ആ, അത് ഈ ഹജ്ജിന് പോണതിന് മുമ്പ് ഞങ്ങക്ക് ചില ചടങ്ങുകളുണ്ട്. ഓഹോ. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ചെന്ന് കണ്ട് മാപ്പ് ചോദിച്ച് അവരോട് പൊരുത്തം വാങ്ങണം. ആ, ആ. ആ, ദേ ചായ കുടി. കട്ടനാണ്. അത് മതി മോളെ. ഞാൻ നിന്നെ കണ്ട് പൊരുത്തം വാങ്ങാൻ വന്നതാ. എന്നെ കണ്ട? എന്തിന്? നമ്മുടെ 7ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ട്? അന്ന് ഞങ്ങൾ എല്ലാവരും 8ലേക്ക് ജയിച്ചു. നീയും കലേശനും മാത്രം തോറ്റുപോയി. തോറ്റു നിന്ന് നിന്നെ എല്ലാരും കൂടെ കളിയാക്കി. നിനക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ടേ എന്നെ പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു. നിലത്ത് വീണ ഞാൻ അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് നിന്റെ തലക്കിട്ടെറിഞ്ഞു. നിന്റെ നെറ്റി പൊട്ടി ചോര വരണാണ്ടപ്പോ ഞാൻ പേടിച്ച് ഓടി. എന്നാലും നീ ആ നെറ്റിയും പൊത്തിപ്പിടിച്ച് ചോര ഒലിപ്പിച്ച് കരഞ്ഞോണ്ട് നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്റെ മമ്മതേ, ഞാനതൊക്കെ പണ്ടേ മറന്നു. എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. ഞാൻ അന്ന് ചെയ്ത തെറ്റിന് നീ എനിക്ക് മാപ്പ് തന്ന് പൊരുത്തപ്പെടാം. എന്താ മമ്മതേ ഇത്? നമ്മൾ ചെറുതിനെ അറിയാതെ എന്തൊക്കെ ചെയ്യുന്നു. നീ അതങ്ങ് മറന്നു കളാ. എന്നാ ഇന്ന് വൈകുന്നേരം നീ എന്റെ വീട്ടിലോട്ട് വരും. അയ്യോ, അത് വേണ്ട മമ്മതേ. അതെന്താ? നീ വരണം. വേണ്ട മമ്മതേ. നീ വന്നാലാണ് നീ പൊരുത്തപ്പെട്ട് ഞാൻ വിശ്വസിക്കുള്ളൂ. നീ എന്തായാലും വരണം. ആ മമ്മതേ, ഇത്ര കാലം കഴിഞ്ഞിട്ട് നീ ആ ദിവസം മാത്രം എങ്ങനെ ഓർത്തു വെച്ചേക്കുന്നേ? അന്നാണ് എന്റെ വാപ്പ മരിച്ചത്. സുരേഷ് അല്ലേ? ഇവനെന്താണ് നീ പരുങ്ങുന്നത്? സുരേഷേ, നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ആ, മമ്മത് വരാൻ പറഞ്ഞോണ്ട്. നന്നായി. വാ. എന്നാ ഞാൻ പോണു. പിന്നെന്തിനാ നീ വന്നത്? പോവാൻ വേണ്ടിട്ട്. അകത്തോട്ട് വാ. വേണ്ട മമ്മത്, പിന്നീട് വരാം. ഇപ്പോ ഇങ്ങോട്ട് വാ സുരേഷേ. നീ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരികയല്ലേ? അങ്ങോട്ട് വാ. ഉമ്മറേ, നിനക്ക് ഇവനെ മനസ്സിലായ? എടാ സുരേഷാണ്, AC സുരേഷ്. നമ്മളിവിടെ സർക്കാർ സ്കൂളിൽ പഠിച്ച. നീ പണ്ട് കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച താമരവട്ട സുരേഷ്. അത് തന്നെ. വാ ഇങ്ങോട്ടിരിക്കേ. ഞാൻ അവിടെ നിൽക്കാം. എടാ ഇങ്ങോട്ട് ഇരിക്കടാ. അവിടെ ഇരിക്ക. ഇത് മജീദ് ക, മൂത്താപ്പാടെ മോൻ. സുരേഷ്, നിനക്ക് എന്നെ മനസ്സിലായോ? ഇക്കറിയോ ഇവനെ? പിന്നെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനോടുണ്ട്. സർക്കാർ സ്കൂളിലെ റിക്കാർഡ് തോൽവിയല്ല ഇവൻ. നീ തോക്കാത്ത ഏതെങ്കിലും ക്ലാസ് ഉണ്ടോടാ? 5ലും 6ലും പിന്നെ 7ലും ഞാൻ തോറ്റിട്ടുണ്ട്. അപ്പൊ 2ലും 3ലും തോറ്റതാ? അത് കുറെ കൊല്ലം മുമ്പല്ലേ. 7ാം ക്ലാസ്സിൽ വെച്ച് മൂത്ത പെങ്ങളെ മോളും ഒപ്പം പഠിക്കാൻ വന്നപ്പോഴാ ഞാൻ പഠിത്തം നിർത്തിയത്. കൂടെ പഠിക്കുന്ന കുട്ടി അമ്മാവാ അമ്മാവാ എന്ന് വിളിക്കുമ്പോ എനിക്കൊരു നാണക്കേട്. പിന്നെ ഞാൻ പോയില്ല. പഠിത്തം അല്ലല്ലോ, അഭിമാനമല്ലേ നമുക്ക് വലുത്. നമ്മള് വൈകിട്ട് തോന്നുന്നുണ്ട്. ആദ്യത്തിനെ കാത്ത് നേരം പോയെന്ന്.
അതൊക്കെ എടുത്ത് കഴിക്കുമോ ഇതിനെ? കഴിച്ചോളൂ. ആ, നമ്മുടെ രമേശനെ സാധിക്കാനും കണ്ടില്ല. രമേശന്റെ കൊച്ചിന് സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയിക്കണം. സാറിക്ക് എന്തായാലും വരും. ആ സലാമേ. വലൈക്കും സലാം. നീ വന്നല്ല, സന്തോഷായി. ഷാനു, ഇട സലാമേ, എത്ര നാളായിട്ട് കണ്ടിട്ട്? എന്തുട്ടിടാ? നീ എന്നെ കാണുമ്പം ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതിയത്. എന്നോട് ക്ഷമിക്കടാ. എന്തിന്? കഴിഞ്ഞൊക്കെ കഴിഞ്ഞ. നീ വാ, മന കണ്ടേ. ചെല്ല്.